Hope you are fine. Kerala PSC മാത്തമാറ്റിക്സിന്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലീനിയർ ഓൾജിബ്ര ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് മെട്രിസസ് അല്ലെങ്കിൽ മെട്രിക്സ് ഓൾജിബ്രയാണ്. ലീനിയർ ഓൾജിബ്രേൻ്റെ കുറച്ച് സെക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൽ എളുപ്പമുള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ ലീനിയർ ഓൾജിബ്രയിൽ ശരിക്കും ഡിഗ്രി ടോപ്പിക്സിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷനും വെക്ടർ സ്പേസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിലുള്ള സിലബസിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൽ മെട്രിക്സ് ഓൾജിബ്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ഈസി ടോപ്പിക്കാണ്. പെട്ടെന്ന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതെ സെക്യൂർഡ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനു വേണ്ടി റെഫർ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിസസ് എന്ന് പറയുന്ന ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ +2 മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഗൈഡുകളൊക്കെ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നല്ല ഡെപ്തിൽ കൊടുത്തിട്ടുണ്ട്. സോ അതെന്തായാലും വായിക്കണം. അതിലെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് നമ്മളുടെ റാങ്ക്, അതുപോലെ ഈഗൺ വാല്യൂസ്, ഈഗൺ വെക്ടേഴ്സ് എന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായിക്കേണ്ട ബുക്സ് ഏതാണെന്ന് വെച്ചാൽ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മളുടെ ഡിഗ്രി കുട്ടികൾ പഠിക്കുന്ന അവരുടെ 4th സെമസ്റ്ററിൽ പഠിക്കുന്ന കോർ കോഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അതിൽ അതുപോലെ റാങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈഗൺ വാല്യൂസ്, ഈഗൺ വെക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി ആ ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ കോംപ്ലിമെൻ്ററി കുട്ടികൾ പഠിക്കുന്നുണ്ടാവില്ലേ, അതായത് ഇപ്പോൾ BSc ഫിസിക്സ്, BSc സ്റ്റാറ്റൊക്കെ പഠിക്കുന്നവർ ഒരു ചെറിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നുണ്ടാവും. 3rd സെമസ്റ്ററിലെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മതി. ആ 3rd സെമസ്റ്ററിലെ ആ ടെക്സ്റ്റ് ബുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം അതിൽ നമുക്ക് റാങ്ക് പറയുന്നുണ്ട്, ഈഗൺ വാല്യൂസ് പറയുന്നുണ്ട്, ഈഗൺ വെക്ടേഴ്സ് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ വേണ്ട എല്ലാ ടോപ്പിക്സും അവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്നൊരു ഡീറ്റെയിൽഡ് സെക്ഷൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ബുക്സൊക്കെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എന്താണ് മെട്രിസസ് നോക്കാം. ഞാനിവിടെ റെഫർ ചെയ്തിരിക്കുന്ന ബുക്സ് എല്ലാം NCERTയുടെ ബുക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മലയാളം വേർഷൻ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിൽ മലയാളം ടേംസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ അധികം ചിലതിൻ്റെ ഒന്നും മലയാളം വേർഡ്സ് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇപ്പോൾ മെട്രിസസ് എന്നുള്ളത് മാട്രിസസ് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുക്സ് മലയാളം കിട്ടാത്തതൊന്നും ഞാനും ഇവിടെ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് മെട്രിസസ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. കാരണം നമ്മളെല്ലാം അധികം ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ രണ്ടെണ്ണത്തിലും പറയുന്നത്. എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് or functions arranged into rows and columns enclosed by the simple square bracket or ordinary bracket. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ ഒരു റെക്ടാങ്കുലർ മോഡലിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം റോസും കോളംസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് സംഖ്യകളോ ഏകതങ്ങളോ ഉള്ള ഒരു ചതുരക്രമത്തിനെ മെട്രിക്സ് എന്ന് പറയുന്നു. സംഖ്യകളോ ഏകതങ്ങളോ ഉള്ള, അതായത് നമ്മൾ ഏകതങ്ങൾ അതിനെ ഒരു ചതുരക്രമത്തിൽ അറേഞ്ച് ചെയ്തെഴുതാം. ആ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ സംഖ്യകളെ അല്ലെങ്കിൽ ഏകതങ്ങളെ മെട്രിക്സിലെ അംഗങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ആ സംഖ്യകളെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ മെട്രിക്സിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. മെട്രിസസ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മെട്രിസസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ ABCZY etc. എന്ന് പറഞ്ഞു. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. ദാറ്റ് ഈസ് A = 2 4 3 -1. അതായത് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, കോളമായിട്ടോ റോ ആയിട്ടോ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചതുരക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ B = x³ cos 2x sin x 0 tan x. അതായത് B എന്ന് പറയുന്നതിൽ ഇതിൽ നമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻസും ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളിതിനെ റോസും കോളംസും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു മെട്രിക്സിന് എക്സാമ്പിളാണ്. അതുപോലെ C = 2 + I 3 0 1 -1. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ മെട്രിക്സ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു സംഖ്യകളോ ഏകതങ്ങളോ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ സംഖ്യകളിൽ ഏതൊക്കെ വരാം, സമ്മിശ്ര സംഖ്യകളും വരാം, രേഖീയ സംഖ്യകളും വരാം, കോംപ്ലക്സ് നമ്പേഴ്സും വരാം, അതുപോലെ റിയൽ നമ്പേഴ്സും വരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണ് റോസ്, എന്താണ് കോളംസ് എന്നാണ് കേട്ടോ. ഓക്കെ, റോസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ വരികൾ എന്ന് പറയാം. നമുക്ക് റോസും കോളംസും ഒരിക്കലും മാറിപ്പോകില്ല. പക്ഷേ വരികളും നിരകളും മാറിപ്പോകരുത്. റോസ് എന്ന് പറഞ്ഞാൽ വരികളാണ്, കോളംസ് എന്ന് പറഞ്ഞാൽ നിരകളാണ്. ഓക്കെ, വരികൾ തിരശ്ചീന വരകളിലുള്ള അംഗങ്ങൾ, ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ്.
കോളംസ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള വരികളിലെ അംഗങ്ങൾ, വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെന്റ്സ്. ഒന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോളംസ്. ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്ന നമ്പേഴ്സ് ആണ് കോളംസ്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം, വരികൾ. അതായത് തിരശ്ചീന രേഖയിലുള്ള അംഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ദിസ് ഇസ് R1, ഇതൊരു റോയാണ്, ഇത് റോയാണ്, R2. ഓക്കെ, തിരശ്ചീന രേഖയിലുള്ള അംഗങ്ങളെയാണ് നമ്മൾ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ട്, R1, R2. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്ക് എത്ര റോസ് ഉണ്ട്, ദിസ് ഇസ് R1, R2. റോസ്, വരികൾ, മാറിപ്പോവരുത്. റോസ് എന്ന് പറഞ്ഞാൽ വരികൾ. ഇത് R1, R2, R3. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോളംസ്. കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുത്തനെയുള്ള വരികളിലെ അംഗങ്ങൾ, വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്മൾ വെർട്ടിക്കലി എഴുതുന്ന എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ലൈനാണ് എന്ത്, കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതൊരു കോളമാണ്, ഇതൊരു C1, കോളത്തിന് ഞാൻ C1 എന്ന് കൊടുക്കുന്നു, ഇത് C2. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതാണ് കോളംസ്, അതായത് നിരകൾ. ഇവിടെ എത്ര കോളംസ് ഉണ്ട്, C1, C2, C3. ഇവിടെ C1, ഇത് C2. ഓക്കെ, അപ്പം ഇവിടെ 2 വരികൾ 2 നിരകൾ, ഇവിടെ 2 വരികൾ 3 നിരകൾ, ഇവിടെ 3 വരികൾ 2 നിരകൾ. ഓക്കെ, മാറിപ്പോകരുത്. റോസ് എന്ന് പറഞ്ഞാൽ വരികളാണ്, കോളംസ് എന്ന് പറഞ്ഞാൽ നിരകളാണ്. ഓക്കെ, ഇത്രയും. ഇനി നമുക്ക് പറയുന്നത് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഇത് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. എനിക്കറിയാം റോസും കോളംസും ഒന്നും ആർക്കും മാറിപ്പോവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന് m വരികളും n നിരകളും ഉണ്ടെങ്കിൽ അത് ഒരു m/n ക്രമമുള്ള മെട്രിക്സ് ആണെന്ന് പറയുന്നു. അതായത് നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിന് ഒരു മെട്രിക്സ് ഉണ്ട്, എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സിന് നമ്മൾ പറയുകയാണ്, ഈ മെട്രിക്സിന് m റോസ് ഉണ്ട്, അതുപോലെ തന്നെ n കോളംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, m/n ഓർഡർ ആയിരിക്കും. നമ്മൾ എപ്പോഴും വരികളുടെ എണ്ണമാണ് ആദ്യം എഴുതുക, റോസിൻ്റെ എണ്ണമാണ് ആദ്യം എഴുതുക. ഓക്കെ, m/n എന്ന് പറയും. m/n ക്രമമുള്ള മെട്രിക്സ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ നമ്മൾ എക്സാമ്പിൾ ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഓർഡേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ഓർഡേഴ്സ് എന്താ വരാം, ഇവിടെ 2 റോസും 2 കോളംസും. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. എവിടെയോ ഇവിടെ 2 റോസും 3 കോളംസും, അപ്പോൾ നമുക്കിതിനെ 2/3 എന്ന് പറയാം. അതുപോലെ ഇവിടെ 3 റോസും 2 കോളംസും, അപ്പോൾ നമുക്കിതിനെ 3/2 എന്ന് പറയാം. ഓക്കെ, അതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നമ്മളിവിടെ ABC എന്ന് എഴുതിയിട്ടില്ലേ, എ എന്ന് പറഞ്ഞത് എന്താ, എ ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 and 2/3 and 3/2 അല്ലേ. A is a matrix of order 2/2 and B is a matrix of order 2/3 and C is a matrix of order 3/2. ഇങ്ങനെ എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് ആണ് പറയുന്നത്. അതായത് ഇത് ഞാൻ ജനറൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മോഡലിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകുന്നല്ല, ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് അതിൻ്റെ ഒരു സൗകര്യം നമുക്ക്. ഓക്കെ, അതായത് പൊതുരൂപം, ഒരു മെട്രിക്സിൻ്റെ പൊതുരൂപമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ഒന്നാമത്തെ റോയിലെയും ഒന്നാമത്തെ കോളത്തിലെയും എലമെൻറ്റിനെ ഞാൻ A11 എന്ന് കൊടുത്തു, ഒന്നാമത്തെ റോയിലെയും രണ്ടാമത്തെ കോളത്തിലെയും എലമെൻറ്റിനെ ഞാൻ A12 എന്ന് കൊടുത്തു, ഒന്നാമത്തെ റോയിലെയും മൂന്നാമത്തെ കോളത്തിലെയും എലമെൻറ്റിനെ A13 എന്ന് കൊടുത്തു. അതുപോലെ ഒന്നാമത്തെ കോളത്തിലെയും jth കോളത്തിലെയും എലമെൻറ്റിനെ A1j എന്ന് കൊടുത്തു, എക്സെട്ര A1n. ഒന്നാമത്തെ റോയാണ്, എന്നാമത്തെ കോളമാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. A21, A22, A23, A2j എക്സെട്ര അപ് ടു A2n. അതുപോലെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് ith റോ ആണ്, അതായത് ith റോ ആണിത്. അപ്പോൾ ith റോയിലെ ഫസ്റ്റ് കോളത്തിലെയും എലമെൻറ്റിനെ ഞാൻ AI1 എന്ന് കൊടുത്തു. അതായത് നമ്മളിപ്പം AIJ എന്നാണ് എഴുതുന്നത്, അതായത് ഇത് കോമൺ ആയിട്ട് വന്നപ്പോൾ AIJ. ഈ AIJ എന്താ ഉദ്ദേശിക്കുന്നത്, AIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith റോയിലെയും
കോളത്തിലെയും എലമെൻ്റ് ആണ് എ ഐ ജെ. ഇപ്പം M3 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? mth റോയിലെയും തേർഡ് കോളത്തിലെയും എലമെൻ്റ് ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ith റോ jth കോളം, ith റോയിലെയും jth കോളത്തിലെയും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ എ ഐ ജെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ijth എലമെൻറ്റ് ഈസ് കോമൺ ടു ith റോ ആൻഡ് jth കോളം. അതാണ് എ ഐ ജെ എന്ന് പറയുന്നത്. ijth എലമെൻറ്റ് ഈസ് കോമൺ ടു ith റോ ആൻഡ് jth കോളം. ith റോയിലെയും jth കോളത്തിലെയും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആണ് ijth എലമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഐ ജെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെട്രിക്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇവിടെ കണ്ടോ ലാസ്റ്റ് ഒരു ലെറ്റർ വന്നത് AMN, അതായത് mth റോയിലെയും nth കോളത്തിലെയും എലമെൻറ്റ്. ഇതിൻ്റെ ഓർഡർ എത്രയായിരുന്നു? M/n ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് m റോസും n കോളംസും ഉള്ള മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? A = AIJ. ഇവിടെ എഴുതിയിരിക്കുന്നത് M/n ആണ് കേട്ടോ. m റോസ് n കോളംസ്, M/n. ഓക്കെ, M/n. അപ്പോൾ ഇവിടെ കൂടെ മാറ്റാം. m വേരി ചെയ്യുന്നത്, I വേരി ചെയ്യുന്നത്. I എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സഫിക്സ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? റോസിനെയാണ്. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. m റോസ് അല്ലേ ഉള്ളത്? പൈ 1 മുതൽ m വരെ വേരി ചെയ്യുന്നു. എന്നോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, AIJ M/n. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു m, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതായത് M/n മെട്രിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. m റോസും n കോളംസും ഉള്ളത്. അതിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുകയാണ്. എ മെട്രിക്സ് ഓഫ് ഓർഡർ M/n ഹാസ് mn എലമെൻറ്റ്സ്. അതായത് ഒരു മെട്രിക്സ് M/n ഓർഡറുള്ള ഒരു മെട്രിക്സിന് നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നത്? m × n എലമെൻറ്റ്സ് ഉണ്ടാവും. ശരിയാണോ നോക്കാമല്ലോ. നമുക്ക് മെട്രിക്സിന് എക്സാമ്പിൾ ഇല്ലേ ഇവിടെ നമുക്ക് 3/2 ഓർഡർ ഉള്ളതാണ്. 1 2 3 4 5 6. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 × 2 = 6 എലമെൻറ്റ്സ് ആണുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? M/n ഓർഡറുള്ള ഒരു മെട്രിക്സിന് mn എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. ഓക്കെ, പിന്നെ M/n ക്രമത്തിലുള്ള ഒരു മെട്രിക്സിനെ A = AIJ M/n എന്ന് സൂചിപ്പിക്കുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇതൊരു കാര്യം ഇത് ശ്രദ്ധിക്കാം, ഇത് നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴല്ല, കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പം ഒരു തലത്തിലെ ഏതൊരു ബിന്ദു XY സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ റോ മെട്രിക്സ് XY ഓർ കോളം മെട്രിക്സ് XY ഓർ റോ മെട്രിക്സ് XY എന്ന മെട്രിക്സ് രൂപത്തിൽ സൂചിപ്പിക്കാം. അതായത് നമുക്കൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഇല്ലേ, നമ്മളെ കാർട്ടീഷ്യൻ പ്ലെയിൻ R2, ഇതിൽ നമുക്കൊരു പോയിന്റ് ഉണ്ട് XY എന്ന് പറഞ്ഞിട്ട്. ഈ XY എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് മെട്രിക്സ് രൂപത്തിൽ ഒന്നുകിൽ XY ഇങ്ങനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തനെ XY എന്ന് എഴുതാം. ഇത് വരുമ്പം നമുക്ക് 1/2 മെട്രിക്സ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് 2/1 മെട്രിക്സ് ആണ്. ഈ ഒരു ഫോമിൽ നമുക്കിതിനെ സൂചിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. നമുക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒരു മെട്രിക്സിൽ 12 അംഗങ്ങളുണ്ട്. ഈ മെട്രിക്സിന് സാധ്യമായ ക്രമങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഒരു മെട്രിക്സിൽ 12 അംഗങ്ങളുണ്ട്. ഈ മെട്രിക്സിന് സാധ്യമായ അംഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒരു M/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സിന് ടോട്ടൽ എലമെൻറ്റ്സ് mn എലമെൻറ്റ്സ് ആയിരിക്കും നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ 12 എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് സാധ്യമായിട്ടുള്ള ഓർഡേഴ്സ് ഏതൊക്കെയായിരിക്കും? ക്രമങ്ങൾ ഏതൊക്കെയായിരിക്കും? പോസിബിൾ ഓർഡേഴ്സ് ഏതൊക്കെയായിരിക്കും? ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ 12 എലമെൻറ്റ്സ് ആണെങ്കിൽ 12 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും അല്ലേ m n വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 12ൻ്റെ ഓർഡർ 12 ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക നോക്കാം. ഓക്കെ, സാധ്യമായിട്ടുള്ള ക്രമങ്ങൾ ഏതൊക്കെയാണ്? 12 × 1 12/1. 12 × 1 ചെയ്താൽ 12 എലമെൻറ്റ്സ് കിട്ടും അല്ലേ? അതുപോലെ തന്നെ 1/12. ഓക്കെ, പിന്നെയോ നമുക്ക് 3/4 എഴുതാം അല്ലേ? 3 × 4 ചെയ്താൽ 12 കിട്ടും. അതുപോലെ തന്നെ 4 × 3 എഴുതാം. അതുപോലെ നമുക്ക് 6 × 2 എഴുതാം. അതുപോലെ നമുക്ക് 2 × 6 എഴുതാം. ഓക്കെ, 12/1, 1/12, 3/4, 4/3, 6/2, 2/6. ഓക്കെ, ഇത്രയും ക്രമങ്ങളാണ് വരുന്നത്. ഇത്രയും പോസിബിൾ. ഇങ്ങനെ എഴുതുന്ന എല്ലാ മെട്രിക്സിൻ്റെയും എലമെൻറ്റ്സ് എത്രയായിരിക്കും? 12 എണ്ണമായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇനി ക്രമം 2/2 ആയ ഒരു മെട്രിക്സിൻ്റെ AIJ എന്ന അംഗം AIJ = I - j/2 എങ്കിൽ മെട്രിക്സ് എഴുതുക. അതായത് നമ്മളോട് തന്നിരിക്കുന്നത് ക്രമം 2/2 ആയിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിലെ AIJ എന്ന് പറയുന്ന അംഗത്തിനെ ഇങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻ I - j/2 എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പം നമുക്ക് ആദ്യം 2x2 ആയിട്ടുള്ള ക്രമമുള്ള ഒരു മെട്രിക്സ് ഏത് ഫോമിലായിരിക്കും നോക്കാം. നമ്മുടെ ജനറൽ ഫോമാറ്റ് നമുക്കറിയാലോ, A = A11 A12, 2 റോസും 2 കോളംസുമാണ്, A21 A22 ഈ ഫോമിലായിരിക്കില്ലേ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ AIJ ആണെങ്കിൽ, ഇപ്പോൾ AIJ ആണെങ്കിൽ I-j/2 ആണ്. അപ്പോൾ A11 ആണെങ്കിലോ A11 = 1 - 1/2 എന്ന് വരും. ദാറ്റ് ഈസ് 0/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ A12 = 1 - 2/2, that is equal to -1/2. Then A21 = 2 - 1/2, that is equal to 1/2. And A22 = 2 - 2/2, that is equal to 0. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് എന്ത് ഫോമില ഉണ്ടാവുക? A is equal to 0 - 1/2 1/2 0. This is the required matrix. Okay. ഇതൊക്കെയാണ് നമ്മളുടെ മെട്രിക്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ പറയാനുള്ളത്. അതായത് മെട്രിക്സിനെ ഒന്ന് പരിചയപ്പെട്ടു നമ്മളിനി. നമുക്കിനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ബിഗ് താങ്ക്സ് ഉണ്ട്. എനിക്ക് 400 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ നേട്ടമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. സോ നമുക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.